ഒരു ബുക്ക് വാങ്ങിയപ്പോൾ കിട്ടിയ ഈ ഒരു ഫ്രെയിം വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ സെറ്റാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മൾ ഈ ഒരു ബുക്കാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഒരു ബ്രൗൺ കളർ പേപ്പേഴ്സൊക്കെ വരുന്ന സംഭവം. എനിക്ക് ഈ ബ്രൗൺ കളർ ഷീറ്റ് വരുന്ന പേപ്പേഴ്സൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ജേർണലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഇതെന്തായി തീരുമെന്നൊന്നും അറിയില്ല. കുറേ നാളായല്ലോ ചെയ്തിട്ട്. അങ്ങനെ ചെയ്തതാണ്, പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ പാറ്റേൺ പേപ്പേഴ്സൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ സംഭവമാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത്. ആ ഒരു സംഭവം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്തായിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒരു ഫ്രെയിം പോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ അകത്ത് എന്ത് വെക്കും, എന്തെങ്കിലും വെക്കണമല്ലോ എന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ആ ഒരു അവർ ഗ്ലാസിൻ്റെ ആ ഒരു സംഭവം വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് വാക്സ് ബീഡ്സ് ഒക്കെ ഇട്ടു. ഒന്നും സെറ്റായില്ല. പക്ഷേ ആ ബുക്കും പേനയും കൂടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് പഴയൊരു പേനയാണ് കേട്ടോ, അത് പറ്റില്ല, എഴുതാൻ പറ്റില്ല. അപ്പം ഞാൻ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ പരിപാടി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റ ബൈ.